വാർത്തകളിലേക്ക്. ഷാഫി പറമ്പലിനും രാഹുൽ മാങ്കൂട്ടത്തിനുമെതിരെ പരോക്ഷ വിമർശനവുമായി ചാണ്ടി ഉമ്മൻ വിഭാഗം. പുതുപ്പള്ളിയിലെ കല്ലറയിൽ ചെന്ന് മറ്റ് സംഘടനകൾക്ക് മുന്നിൽ നിന്ന് മെഴുകുതിരി കത്തിക്കുന്ന നേതാക്കന്മാരോട് ഉമ്മൻചാണ്ടിയുടെ ആത്മാവ് ക്ഷമിക്കും. പക്ഷേ ഈ നേതാക്കന്മാർ ഒരു തവണയെങ്കിലും ഉമ്മൻചാണ്ടിയോട് നീതി പുലർത്തിയോ എന്ന് സ്വന്തം മനസ്സാക്ഷിയോട് ചോദിക്കണമെന്നും JS അഖിൽ പറഞ്ഞു. വിവരങ്ങളുമായി ഡാൻ, ഇത് നമുക്കറിയാം, ചാണ്ടി ഉമ്മനെ വളരെ പ്രധാനപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ ഒരു സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിരുന്നു. അത് ഉമ്മൻചാണ്ടിയുടെ ജന്മദിന ദിവസമാണ്, മരണ ദിവസമാണ് സംഭവിക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നത്. എങ്ങനെയാണ് ഇതിനെ ഈ വിഭാഗം നോക്കിക്കാണുന്നത്? വലിയ തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ടാണ് ചാണ്ടി ഉമ്മൻ വിഭാഗം ഈ നീക്കത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. കാരണം ഉമ്മൻചാണ്ടിയുടെ 1ാം ചരമവാർഷിക ദിനത്തിൽ തന്നെ ചാണ്ടി ഉമ്മനെ യൂത്ത് കോൺഗ്രസിന്റെ ഔട്ട്റീച്ച് സെല്ലിന്റെ ചുമതലയിൽ നിന്ന് മാറ്റിയത് ആസൂത്രിതമായ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് എന്നാണ് വിമർശനം. ഇതിന് പിന്നിൽ സംസ്ഥാന യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ളവർ തന്നെ ഇടപെട്ടിട്ടുണ്ടെന്നും അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ B. ശ്രീനിവാസ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്നുമാണ് ചാണ്ടി ഉമ്മൻ വിഭാഗം വിമർശിക്കുന്നത്. അതിനോടൊപ്പമാണ് ഇന്ന് ഉമ്മൻചാണ്ടി സ്കോളർഷിപ്പ് വിതരണത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിന്റെ സ്വാഗത പ്രസംഗത്തിനിടയിൽ ചാണ്ടി ഉമ്മൻ വിഭാഗത്തിന് നേതൃത്വം നൽകുന്ന JS അഖിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനമായി എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം, ഒരു നേട്ടത്തിനും വേണ്ടിയല്ല, നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നതാണ് ഉമ്മൻചാണ്ടി സാറിന്റെ മനസ്സും രാഷ്ട്രീയവും. അത് ചേർത്ത് പിടിച്ചവർക്ക് സാറിനെ വിസ്മരിക്കാനാവില്ല എന്ന് പറഞ്ഞാണ് ഈ പ്രസംഗം തുടങ്ങിയത്. പിന്നീട് എന്നാൽ ഗുരുത്വവും ലെഗസിയും സ്വയം ചാർത്തി രാഷ്ട്രീയത്തിൽ ആഘോഷിക്കുന്ന ചില പോയ്മുഖങ്ങളെ തിരിച്ചറിയേണ്ടതുണ്ട്. പുതുപ്പള്ളിയിലെ കല്ലറയിൽ ചെന്നാൽ ക്യാമറകൾക്ക് മുന്നിൽ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുന്ന ചിലരോടൊക്കെ സാറ് മാപ്പ് നൽകുക തന്നെ ചെയ്യും. പക്ഷേ നിങ്ങളത് ഒരു തവണയെങ്കിലും സ്വന്തം മനസാക്ഷിയോട് ചോദിക്കണം, ആ മനുഷ്യനോട് നിങ്ങൾ എത്രമാത്രം നീതി പുലർത്തിയിട്ടുണ്ട് എന്ന് തുടങ്ങി രൂക്ഷമായ വിമർശനമാണ് പരോക്ഷമായി ഉന്നയിച്ചിരിക്കുന്നത്. ഇത് സ്വാഭാവികമായി യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ഷാഫി പറമ്പിലിനും നിലവിൽ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തുള്ള രാഹുൽ മാങ്കൂട്ടത്തിനുമെതിരെ തുറന്ന പോരിലേക്ക് ചാണ്ടി ഉമ്മൻ വിഭാഗം നീങ്ങുന്നതിന്റെ സൂചനയായി തന്നെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. ചാണ്ടി ഉമ്മനും വലിയ അതൃപ്തിയിലാണ്. അദ്ദേഹത്തെ അപമാനിച്ച് ആ സ്ഥാനത്ത് നിന്ന് ഇറക്കി വിട്ടതിന് പിന്നിൽ ഷാഫി വിഭാഗവും രാഹുൽ മാങ്കൂട്ടത്തിലുമാണ് എന്ന പരോക്ഷ വിമർശനമാണ് ചാണ്ടി ഉമ്മനും പങ്കുവെക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് വരും ദിവസങ്ങളിൽ പാർട്ടിക്കുള്ളിൽ വലിയ തരത്തിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കും. സ്വാഭാവികമായി ഹൈക്കമാൻഡ് നേതൃത്വം തന്നെ, കാരണം ഈ പദവിയിലെ ഔട്ട്റീച്ച് സെല്ലിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ചാണ്ടി ഉമ്മനെ നിയമിച്ചത് ഹൈക്കമാൻഡ് ആയിരുന്നു. സ്വാഭാവികമായി അങ്ങനെ ഒരു നീക്കത്തിലൂടെ ചാണ്ടി ഉമ്മനെ പുറത്താക്കുമ്പോൾ അതിന് കാരണമായ സാഹചര്യം എന്താണ് എന്ന് ഹൈക്കമാൻഡ് നേതൃത്വത്തിന് തന്നെ വരും ദിവസങ്ങളിൽ വിശദീകരിക്കേണ്ടി വരും. എന്തായാലും സംസ്ഥാനത്തെ യൂത്ത് കോൺഗ്രസിനിടയിലും ഭിന്നത രൂക്ഷമാകുന്ന തരത്തിലേക്ക് ഈ കാര്യം എത്തിയിരിക്കുന്നു എന്ന് വേണം നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ. രഞ്ജിത്ത്, ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.